മലയാറ്റൂരിലെ 19-കാരിയുടെ കൊലപാതകത്തിൽ കാലടി പോലീസിനെതിരെ ചിത്രപ്രിയയുടെ കുടുംബം. പോലീസ് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ ശരിയല്ല എന്നും ദൃശ്യങ്ങളിൽ ഉള്ളത് ചിത്രപ്രിയ അല്ല എന്നും കുടുംബം പറയുന്നു. ചിത്രപ്രിയ അലനുമായി പോകുന്നതിന്റെ ഒരു ദൃശ്യം പോലും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നും കുടുംബം പറയുന്നു. ആദ്യം അത് കേൾക്കാം. മരിച്ചുപോയ ചിത്രപ്രിയ എന്ന കുട്ടി എൻ്റെ വൈഫിന്റെ ചാച്ചന്റെ മകളാണ്. ആ കുട്ടി മരിക്കുന്ന ദിവസം ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്നലെ വരെ ആ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. കുട്ടിയെ കാണാതായപ്പോൾ തൊട്ട് തെരച്ചിൽ നടത്തുന്നതും പോലീസിൽ കേസ് കൊടുക്കുന്നതും അതിനെപ്പറ്റി ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഫോളോ അപ്പ് ചെയ്തതൊക്കെ ഞങ്ങൾ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചടങ്ങുകൾ ഇതെല്ലാം കഴിഞ്ഞത്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇന്ന് കയറി നോക്കുമ്പോൾ കാണുന്നതൊക്കെ വളരെ മോശമായതും പിന്നെ ഈ മരിച്ചുപോയ കുട്ടിയെയും കുട്ടിയുടെ മാതാപിതാക്കളെ പറ്റിയിട്ടും പറയുന്ന മോശമായ പല കമന്റ്സുകളും ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ആ വീട് ഇപ്പോഴും ഈ ഒരു ഷോക്കിൽ നിന്ന് കരകയറിയിട്ടില്ല. അവരിപ്പോഴും ആ കുടുംബം മൊത്തത്തിൽ ഭയങ്കര ഷോക്കിലാണ് നിൽക്കുന്നത്. പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന CCTV വിഷ്വൽസ് ആവട്ടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട്. പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള 2 ബൈക്കിലൊക്കെയുള്ള വിഷ്വൽസിൽ അതിൽ നമ്മുടെ മരിച്ചുപോയ ചിത്രപ്രിയ അല്ല കാണിച്ചിരിക്കുന്നത്. അത് വേറെ ഏതോ ആൾക്കാരാണ്. ആദ്യം ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് തപ്പിയിട്ട് അവരെന്തിനാണ് ഈ സമയത്ത് അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, കേരള മനസാക്ഷി ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു ഈ 19-കാരിയുടേത്. കരിങ്കൽ ചീളുകൾ ഉപയോഗിച്ച് പ്രതി തലയ്ക്ക് ആഞ്ഞടിച്ചു. അതിക്രൂരമായ പീഡനത്തിനാണ് ഈ പെൺകുട്ടി ഇരയായത്. അത്രത്തോളം ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചാണ് ഈ അലൻ കൊലപ്പെടുത്തിയത്. എന്തായാലും ഈ കേസിൽ ഏറ്റവും പുതിയ നിർണായക വിവരങ്ങളാണ് കുടുംബം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് കേരള പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ആ CCTV ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയ അല്ല എന്നതടക്കമുള്ള ചില വിവരങ്ങളാണ് കുടുംബം പങ്കുവെക്കുന്നത്. എന്താണ് ഇതിൽ പറയാനുള്ളത് മിഥുൻ? ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ മലയാറ്റൂർ പള്ളിയുടെ ഭാഗത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ള വീഡിയോകളാണ് പുറത്ത് വന്നിരുന്നത്. ആ വീഡിയോയിലുണ്ടായിരുന്നത് 2 ബൈക്കിൽ, ഒരു ബൈക്കിൽ 2 പുരുഷന്മാരും ഒരു ബൈക്കിൽ ഒരു പുരുഷനും സ്ത്രീയും ഒരു പെൺകുട്ടിയും യാത്ര ചെയ്യുന്നതായിരുന്നു. അവിടെ വഴിയിൽ നിർത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങളായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ഇവരുടേത് തന്നെയാകാം, ചിത്രപ്രിയയുടേത് തന്നെയാകാം എന്നുള്ള സംശയത്താലാണ് പോലീസ് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ബന്ധുവായിട്ടുള്ള ശരത്ലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് ഇത് ചിത്രപ്രിയയുടെ ദൃശ്യങ്ങളല്ല, ഇത് മറ്റാരോ ആണ് എന്നുള്ളതാണ്. കാണാതാവുമ്പോൾ ഉണ്ടായിരുന്ന ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങളല്ല ഈ പെൺകുട്ടി ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പെൺകുട്ടി ധരിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ മൃതദേഹത്തിലുണ്ടായിരുന്നതും അതേ വസ്ത്രങ്ങളല്ല. അപ്പം അതുകൊണ്ട് അത് ചിത്രപ്രിയ അല്ല ആ ദൃശ്യങ്ങളിൽ ഉള്ളത് എന്നുള്ളതാണ്. പുറത്ത് പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയ അല്ല എന്ന് ഉറച്ചു പറയുന്നു ബന്ധുക്കൾ. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. പോലീസ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടന്നു വരുന്നു. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. സാമ്യതയുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കൊലപാതകം നടത്തിയത് ആൺസുഹൃത്തായിട്ടുള്ള അലൻ തന്നെയാണ് എന്ന് ഇതിനകം സ്ഥിരീകരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതായത് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നീങ്ങി മറ്റ് അതുപോലെ തന്നെ ശാസ്ത്രീയ പരിശോധനകളെല്ലാം സ്വീകരിച്ചുകൊണ്ടുള്ള നടപടികളെല്ലാം സ്വീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അലൻ തന്നെയാണ് ഈ കുറ്റവാളി എന്നുള്ളത് ഉറച്ചു വിശ്വസിച്ചിരിക്കുകയാണ് പോലീസ്. ഒപ്പം തന്നെ ഈ തീർച്ചയായും മിഥുൻ, അലനാണ് കുറ്റക്കാരനെന്ന് പോലീസ് പറയുന്നു. അപ്പോഴും പെൺകുട്ടിയല്ല ആ CCTV ദൃശ്യങ്ങളുള്ളത് പെൺകുട്ടിയല്ല എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ കോടതി മുറിയിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നു. മാർട്ടിൻ ആന്റണി പൊട്ടിക്കരയുന്നു. ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് മണികണ്ഠൻ പറയുന്നു. എല്ലാ പ്രതികളും ശിക്ഷാ ഇളവ് വേണമെന്ന് കോടതിയുടെ അവസാന നിമിഷം അഭ്യർത്ഥിക്കുന്നു. അല്പസമയത്തിനകം കോടതി വിധി വരും.